ഹായ് ഗൈസ്, ഇപ്പോൾ മഴയൊക്കെ ഉള്ള സമയമാണല്ലോ. അപ്പോൾ നമുക്ക് ചൂട് ചോറിൻ്റെ ഒപ്പം കഴിക്കാനായിട്ട് ഒരു രസം ഉണ്ടാക്കിയാലോ. ഈ രസം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1/2 ഗ്ലാസ് പരിപ്പാണ് എടുത്തേക്കണത്. ഇത് മൺകലത്തിലേക്ക് കഴുകി മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് 4 ഗ്ലാസ് വെള്ളം ഒഴിച്ചാണ് ഞാൻ വേവിക്കാൻ പോണത്. ഈ രസത്തിൽ ഞാൻ പരിപ്പ് എടുക്കണില്ല, പരിപ്പ് വേവിച്ച വെള്ളം മാത്രം ഊറ്റിയെടുത്തിട്ടാണ് രസം വയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുക്കറിൽ വേണമെങ്കിൽ ഇത് വേവിക്കാൻ വയ്ക്കാം കേട്ടോ. പരിപ്പ് ഞാൻ മൺകലത്തിലാണ് രസം ഉണ്ടാക്കണതും പരിപ്പ് വേവിക്കണതും. അപ്പോൾ ഇത് വേവിക്കാൻ വയ്ക്കാം നമുക്ക്. ഈ നേരം കൊണ്ട് നമുക്കൊന്ന് താളിച്ചെടുക്കാനുണ്ട്. തക്കാളിയും വെളുത്തുള്ളിയും 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം 2 വലിയ തക്കാളി ചെറുതായി അരിഞ്ഞത്, 12 വെളുത്തുള്ളി ചതച്ചത്, ഇത്രയായിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഞാൻ ഈ തക്കാളിയൊക്കെ വഴറ്റുന്ന നേരത്ത് എൻ്റെ പരിപ്പ് തിളച്ച് തൂവിപ്പോയിട്ടോ. അപ്പം എല്ലാവരുടെയും ഒരു പ്രശ്നമാണ്, നമ്മൾ പരിപ്പ് വേവിക്കുന്ന നേരത്ത് മൂടി വെച്ച് വേവിക്കുമ്പോൾ ഇങ്ങനെ തിളച്ച് തൂവി പോണത്. ഞാൻ അതിനൊരു ടിപ്പ് പറഞ്ഞുതരാം. പരിപ്പ് വേവാൻ വെച്ചിട്ട് തിളയ്ക്കുന്ന സമയത്ത് നമ്മളൊരു 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് മൂടി വെച്ച് വേവിക്കുകയാണെങ്കിൽ പരിപ്പ് തിളച്ച് തൂവി പുറത്ത് പോവില്ല കേട്ടോ. അപ്പോൾ പരിപ്പ് അവിടെ ഇരുന്ന് വേവട്ടെ. അപ്പോൾ നമ്മുടെ തക്കാളിയും വെളുത്തുള്ളിയും നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് ഒന്ന് വഴറ്റി ഞാൻ തീ ഓഫ് ചെയ്തു. ഇപ്പോൾ നമ്മുടെ പരിപ്പ് എന്തായെന്ന് നോക്കാം. പരിപ്പ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് വെള്ളം മാത്രം ഊറ്റിയെടുക്കണം. പരിപ്പ് നമുക്ക് വേണമെങ്കിൽ ഒന്ന് താളിച്ചെടുക്കാം കേട്ടോ, എന്നിട്ട് ചോറിൻ്റെ ഒപ്പം വേറെ കഴിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ആ പരിപ്പ് ഊറ്റി വെച്ച വെള്ളത്തിലേക്ക് വഴറ്റിയ തക്കാളിയും വെളുത്തുള്ളി കൂട്ടിട്ട് ആ ചീഞ്ചട്ടിയും കഴുകി വെള്ളം ഒഴിച്ചു. ഇനി ഒരു 2.5 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. എരിവിനനുസരിച്ച് നിങ്ങൾ കുരുമുളക് പൊടി കൂട്ടോ കുറയ്ക്കുകയൊക്കെ ചെയ്യുക. പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് വേണ്ട ഉപ്പ്, 1 കപ്പ് വെള്ളം നിറയെ ഒഴിക്കുക. ഇത്രയും ഒഴിച്ച് ഇളക്കിയ ശേഷം മൂടി വെച്ച് തിളയ്ക്കാനായിട്ട് വയ്ക്കാം. ഇപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് നമ്മുടെ രസം. ഇപ്പോൾ തിളച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം വീണ്ടും ഒരു 5 മിനിറ്റ് നേരം കൂടി ഒന്ന് തിളപ്പിക്കുക, ആ കുരുമുളകിൻ്റെ സത്തൊക്കെ നന്നായി ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ നേരം കൊണ്ട് നമുക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം 1/2 ടീസ്പൂൺ കടുക്, 2 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില ഇത്രയിട്ട് താളിച്ചിട്ട് തിളച്ച രസത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ രസം റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇത് കുറഞ്ഞ അളവിലാണ് ഉണ്ടാക്കിയേക്കണത്, അതുകൊണ്ടാണ് ഞാൻ 2 തക്കാളി എടുത്തേക്കണത്. അപ്പോൾ ചെറിയൊരു പുളിയാണ് എൻ്റെ രസത്തിനുള്ളൂ. നിങ്ങൾ രസം ഉണ്ടാക്കുമ്പോൾ കൂടിയ അളവിലൊക്കെ ആണെങ്കിൽ തക്കാളിയുടെ അളവ് കൂട്ടിയെടുത്താൽ മതി പുളി ഉണ്ടാവാൻ. അഥവാ ഇപ്പോൾ തക്കാളി ഇട്ടിട്ട് പുളി ഇല്ലയെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വാളംപുളിയും കൂടി ഒഴിച്ചിട്ട് പുളി ചേർത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ നമ്മുടെ രസം റെഡി ആയിട്ടുണ്ട്. പിന്നെ അത് തീ ഓഫ് ചെയ്തതിന് ശേഷം ഇത്തിരി ഫ്രഷ് മല്ലിയിലയും കൂടി ഇട്ട് ഒന്ന് അലങ്കരിക്കുക. അപ്പോൾ ആ മല്ലിയിലയുടെ മണവും ടേസ്റ്റൊക്കെ ആകുമ്പോൾ രസം നല്ല അടിപൊളിയായിരിക്കും. എൻ്റെ ചാനലിൽ ഞാൻ വേറൊരു രസത്തിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട് കേട്ടോ, അതെല്ലാവരും കയറി നോക്കണം. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ അഭിപ്രായം പറയണം. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരാം. ബായ്.